വന്നല്ലോ പുലരുമ്പോൾ വന്നല്ലോ തിരുവോണം നിലയില്ലാതൊഴുകുന്നോരഴകിന്നോണം. ഇന്നല്ലോ പുലരുമ്പോൾ വന്നല്ലോ തിരുവോണം നിലയില്ലാതൊഴുകുന്നോരഴകിന്നോണം. മഴലില്ലാതണയുന്നി മധുമാസ തിരനോട്ടം കണി കാണാനുണരുന്നി തിരുമലയാളം. കണി കാണാനുണരുന്നി തിരുമലയാളം. ഇന്നല്ലോ പുലരുമ്പോൾ വന്നല്ലോ തിരുവോണം നിലയില്ലാതൊഴുകുന്നോരഴകിന്നോണം. ചില ആളുകളുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ വേറൊരു ലോകത്തേക്ക് എത്തും. അങ്ങനെ മ്യൂസിക് കൊണ്ട് നമ്മുടെ മെൽറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്, നന്ദഗോവിന്ദം ഭജൻസ്. സ്വാഗതം. ബിസി ഷെഡ്യൂളാണ് അല്ലേ? അപ്പം എങ്ങനെയാണ് ശരിക്കും നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു തുടക്കം? എങ്ങനെയായിരുന്നു തുടക്കം? 25 വർഷം മുന്നേ തുടങ്ങിയ സാധാരണ ഒരു ഭജൻ ഗ്രൂപ്പ്. നമ്മളുടെ നാട്ടുമ്പുറത്തൊക്കെ കാണുന്ന, നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പ്രോഗ്രാംസ് ചെയ്യുന്ന പോലെ ഒരു ഭജൻ ഗ്രൂപ്പ്. അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ പണിക്കരേട്ടനാണ്. രാജേന്ദ്ര പണിക്കരേട്ടന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ ഉണ്ട്. ഇപ്പോൾ ഹരിരാജേട്ടനും നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ഹരിരാജേട്ടനും ഉണ്ട് നമ്മുടെ തുടക്കം തൊട്ടേയുള്ള ആൾക്കാരിൽ. അതിനുശേഷമാണ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഗ്രാഫ് മാറിക്കൊണ്ടിരുന്നത്. അത് ഗ്രാഫ് മാറിക്കൊണ്ടിരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് വന്നത് തന്നെയാണ്. എല്ലാവരും സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രവീൺ കാനഡയിലാണ്. ഇപ്പോൾ പ്രവീണിൻ്റെ കൂട്ടത്തിലാണ്. ഞാനും പ്രവീണും ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ അവനെ കൊണ്ടിരുന്നു. ശ്രീലാലും പ്രവീണും ഒരുമിച്ച് പഠിച്ചാണ്. ഇവർ തമ്മിൽ കസിൻസാണ്. അങ്ങനെ കുറേ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധവും കണക്ഷൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇപ്പോൾ കാണുന്നത്. എങ്ങനെ ഈ ഒരു സോൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഈ പാട്ടിൽ? തുടക്കം നമ്മൾ ചോദിച്ചു, പക്ഷെ എനിക്കറിയില്ല അല്ലേ, നമുക്കാർക്കും എങ്ങനെയാണ് സോൾ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം. ഓട്ടോമാറ്റിക്കലി, അതായത് എനിക്ക് തോന്നുന്ന ഈ കണക്ഷൻ്റെ ആയിരിക്കാം എല്ലാവരും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് പാട്ടിലും വരുന്നത്. 25 ഇയേഴ്സ് ആയി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ സമയത്ത് ഒരുപാട് പേര് പുതിയതായിട്ട് ജോയിൻ ചെയ്തു. ഇടയ്ക്ക് ചേട്ടൻ മൂവ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഈ സമയത്തേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഫിൽ ചെയ്യാന്ന് പറഞ്ഞ ഒരു ചലഞ്ചാ. നിങ്ങൾ അതൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്തത്? ഇപ്പോഴും ഈ ടീം ഇതുപോലെ, ഇപ്പൊ നേരത്തെ നമ്മൾ കേട്ടു, ഭയങ്കര വൈബാണ് ഇപ്പോഴും. ആ ഒരു വൈബ് ഇപ്പോഴും എങ്ങനെ കീപ്പ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ആദ്യം ഇടയ്ക്ക് മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ആദ്യ സമയത്തൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പ്രോഗ്രാംസാണ് ഞാൻ പറയുന്നത്, വലിയ പ്രോഗ്രാംസ് ആണെന്നല്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് 10 അല്ലേ 15 20 പ്രോഗ്രാംസിൻ്റെ അടുത്തൊക്കെ ഒരു മാസം ഞങ്ങൾ വെച്ച് ചെയ്യുമായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. ചെറുതും വലുതും, ചിലപ്പോൾ പൈസ കിട്ടും, ചിലപ്പോൾ പൈസ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അതിനുശേഷം ഞാൻ മൂവ് ചെയ്ത സമയത്തും പിന്നെ ഞങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത സമയത്തൊക്കെ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ചില വർഷങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പ്രോഗ്രാംസ് കുറവായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അന്നും എന്നും സ്ട്രോങ് ആയിരുന്നു. ഞങ്ങൾ കൂടും, പ്രോഗ്രാംസ് ചെയ്യും, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ചെയ്യും. എൻ്റെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടല്ല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നെ റിസൾട്ട് 25 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 20 വർഷത്തിന് ശേഷമാണ് അതിൻ്റെ ക്യുമുലേറ്റീവ് ആയിട്ട് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയത്തില്ല, നമ്മൾ കുറേ ആൾ FD ചെയ്യുമ്പോൾ അല്ലെങ്കിൽ SIP ഇടുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞ പോലെ 25 വർഷത്തെ എഫേർട്ട് ഒരുമിച്ചായിട്ട് ഇപ്പോൾ കിട്ടുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഒരു പാട്ടിന്റെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇമോഷണലി ഭയങ്കര ആളുകളെ കണക്ട് ചെയ്യും. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കണ്ണു നിറയുക, ഭയങ്കരമായിട്ട് സന്തോഷിക്കുക, അവരുടെ മൂഡിനെ മാറ്റാൻ പറ്റുന്നുണ്ട്. അതെല്ലാം മ്യൂസിക്കിനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഫാൻ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഫാൻസിന്റെ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ റിയാക്ഷൻസ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ അത് കഴിഞ്ഞായിരുന്നു അല്ലേ? സത്യം. ഇന്നലെയായിരുന്നു ഞങ്ങളുടെ തൃശ്ശൂർ ഭജൻ കണക്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ ആൾക്കാരെ കണ്ടു. അപ്പോൾ അവരുടെ ഫീഡ്ബാക്സ് എന്ന് പറയുന്നത് അവർ നമ്മളെ കാണുന്ന രീതിയും അതിന്റെ മെസ്സേജസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. പേഴ്സണലായിട്ടും ഞങ്ങളുടെ പേജിലും ഒക്കെ ആയിട്ട്. സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെയാണ് ഞങ്ങളെയും കാണുന്നത്. അവർ അത്ര അടുപ്പത്തോടെയാണ് വന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത്രയൊക്കെ സക്സസ് ആകുന്നതിന് മുന്നേ ഉള്ളൊരു മൊമെന്റ് ആണ് എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത്. ഫസ്റ്റ് അപ്പം അത് ഒരു അമ്മ ഒറ്റപ്പാലത്താണ് സ്ഥലം. അപ്പം പുള്ളിക്കാരി മകൻ വളരെ ചെറുപ്പത്തിൽ തന്നെ 10-25 വർഷമുള്ളപ്പോൾ തന്നെ 25 വയസ്സുള്ളപ്പോൾ തന്നെ മരിച്ചുപോയി. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു പരിചയമുള്ള ഒരു തിരുമേനി ഒറ്റപ്പാലത്ത്, അപ്പോൾ പുള്ളിയുടെ അടുത്ത് അമ്മ ചെന്നപ്പോൾ തന്നെ അമ്മ ഭയങ്കര വിഷമമായിട്ട് ചെന്ന സമയത്ത് പുള്ളി പറഞ്ഞു, നന്ദഗോവിന്ദ ഭജൻസിന്റെ പാട്ടുകളൊന്ന് കേട്ട് നോക്കൂ. അപ്പോൾ അമ്മ അങ്ങനെ കേട്ടപ്പോഴത്തേനും നമ്മളുടെ കണ്ണാ നീ എന്നുള്ള പാട്ട് അമ്മയ്ക്ക് കേൾപ്പിച്ചു. അപ്പോൾ അമ്മയെ കേൾപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. അമ്മ ഒരു ദിവസം ഒരു 40-50 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ആ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. കണ്ണാ നീ എന്നും കവർന്നിന്നു തൂവെണ്ണ, കണ്ണാ നീ എന്നും കവർന്നിന്നു തൂവെണ്ണ, നീ ഞങ്ങൾ തൻ നവനീതം
അമ്മയ്ക്കുള്ള ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ആ പാട്ട് കേൾക്കുമ്പോഴത്തേനും അമ്മയുടെ മരിച്ചുപോയ മകൻ കൂടത്തിൽ വന്ന് നിൽക്കുന്നു, കൃഷ്ണൻ്റെ രൂപത്തിൽ കൂടത്തിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു ഫീല് അമ്മയ്ക്കുണ്ട്. അപ്പോൾ ആ സ്റ്റോറി ഞങ്ങളുടെ അയച്ചിട്ട് 3-4 വർഷമായി, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. സത്യം 4 വർഷമായിട്ട്. എന്നിട്ട് അമ്മയെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളെ കാണണ്ടാന്ന് പറഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കണക്ഷൻ, അത് ഞങ്ങൾ റിയാലിറ്റി എന്നുള്ള സാധനം വരുവാണെങ്കിൽ അത് പോകുമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഭജൻ കണക്ട്, അതുപോലെ ആരാണ് ശരിക്കും ഇങ്ങനെ ഒരു ആശയം കണക്ടിങ് ദ വേൾഡ് ഇൻ ഡിവോഷൻ, അതല്ല അതിന്റെ സ്പെഷ്യാലിറ്റി. അപ്പൊ ആരാണ് അങ്ങനെ ഒരു വലിയൊരു തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഞങ്ങൾ പ്ലാൻ ചെയ്തോന്നല്ല, ഒരു ദിവസം എനിക്ക് വൈകുന്നേരം തോന്നി ഇരുന്നപ്പോഴത്തേനും ചായയൊക്കെ സിപ്പ് ചെയ്തിരുന്ന സമയത്ത് അപ്പോൾ തോന്നിയൊരു തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിൽ ഇതെല്ലാം പ്രോസസ്സ് ആകുമല്ലോ, ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓൾ ഓഫ് എ സഡൻ നമുക്ക് ക്വിക്കായിട്ട് എടുത്തതല്ല, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ ഈ കണക്ട് ചെയ്യുന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി ആകുന്നുണ്ട്. എന്നാൽ അത് ഭജൻ കണക്ട് എന്നുള്ളൊരു കോൺസെപ്റ്റായിട്ട് ആൾക്കാരെയും ഇൻവോൾവ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് തോന്നി. അതൊരു ഡിഫറെൻ്റ് ആയിരിക്കും. കാര്യം ആൾക്കാരെല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പോൾ ഹീൽ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, ഏത് ഡൗൺ ആയിട്ടുള്ള മൊമെൻറ്റിലും ഞങ്ങൾക്ക് അപ്പാവുന്നുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത്, ആദ്യം ദുബായിലാണ് ചെറിയതായിട്ടൊരു ഞാനൊരു ചെറിയൊരു ഓഡിയൻസിനെ വെച്ചിട്ട് ഞങ്ങൾ ആദ്യം ഒന്ന് എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് 100 പേരെ വെച്ചിട്ട് ഞങ്ങളൊരു കണക്ട് ചെയ്തു. അതിൻ്റെ ഫീഡ്ബാക്ക് ഭയങ്കരമായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആൾക്കാർ വീണ്ടും വന്ന് ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്ത് അവർക്ക് വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ദുബായിൽ കുറേ എണ്ണം ചെയ്തു, ട്രിവാൻഡ്രം കഴിഞ്ഞു. ഭജൻസിന്റെ ഒപ്പം തന്നെ ഭജൻ കണക്ട് എന്നുള്ള അങ്ങനെ തന്നെയാണോ? വന്നിരിക്കുന്ന എല്ലാ ഓഡിയൻസ് എന്നുള്ളൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പാടാനുള്ള ഒരു അവസരമാണ് അവിടെ. അപ്പോൾ ശരിക്കും അവരും എന്താ പറയുക, അവരും പെർഫോം ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ അവർക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെയാണ്. ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം അത് പ്രോഗ്രാമിന് മുന്നേ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ വെച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ട്യൂണിങ് അയച്ചു കൊടുക്കും, പാടിയിട്ടുള്ള, അതിനുശേഷം ലിറിക്സും അയച്ചു കൊടുക്കും. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് പറയും, ഇതിൽ നിങ്ങൾ പെർഫെക്ഷൻസ് ഒന്നും നോക്കണ്ട, ഇതിനകത്ത് ഒരുമിച്ച് പാടി കഴിയുമ്പോൾ ഉള്ള ഒരു വൈബ്രേഷനും എനർജിയും വേറെ ലെവൽ തന്നെ ആയിരിക്കും. എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ടുകളാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവരെല്ലാവർക്കും പാടാൻ പറ്റുന്ന പാടില്ലാത്ത പാട്ടുകൾ മാത്രമാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ ഇടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് ഞങ്ങൾ ചോദിക്കും ഏത് പാട്ടുകളാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ലിസ്റ്റ് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ സോർട്ട് ചെയ്തിട്ട് കുറച്ച് പാട്ടുകൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പാടും. നമുക്കൊരു പാട്ട് പാടിയാലോ എന്നാ? അതെ, ഏറ്റവും ഹിറ്റ്, നിങ്ങളെ വൈറലാക്കിയ ഏറ്റവും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പാട്ട് ഏതാന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. മനോഹരി രാധേ രാധേ മുരാരി നിരുടെ പെണ്ണേ പിണങ്ങിയോ കണ്ണൻ നിന്നോടിടങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തന്ന മൂളി പെണ്ണേ മനസ്സിന്റെ ഉരകളിലൂറിയ സുഗന്ധവനീരം പകരാനില്ല. മനോഹരി 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 രാധേ രാധേ മുരാരി നിരുടെ പെണ്ണേ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ട് മൂളി പെണ്ണേ മനസ്സിന്റെ ഉരകളിലൂറിയ സുഗന്ധവനീരം പകരാനില്ല. കൃഷ്ണ നീ മാറോ എന്തേ